കഴുക്കാണ്, കഴുകി മണ്ണിറക്കാന്ന് വിചാരിക്കും. ഫാനിൻ്റെ അല്ലേ മരുന്ന് പറ്റാം. അനന്തോ ഓക്കെ അല്ലേ? സമരം സെറ്റല്ലേ? പ്രവി സെറ്റല്ലേ? വീഡിയോ അവിടെ കിടന്നറ ഉറക്ക. കാലും കയ്യും കഴുകി വൃത്തിയാക്കാനാ പാടി ഞാനിടാ അല്ലേ? ഇതിനെ എവിടെ വടിയിടുന്നു? നിനക്ക് എന്തേ വല്ല ബിസ്ക്കറ്റും ലഡുവും മേടിച്ച് കൊണ്ടുനടക്കാന്നല്ലാണ്ട് ഇതിനെ തല്ലിയിട്ട് വല്ല നടക്കുമോ? ഇമ്മാതിരി കിണക്ക് മേടിച്ചിട്ടുള്ള ആനേനെ നമ്മളെന്ത് എടുത്തിട്ട് തലാന അല്ല. അതിൻ്റെ ഒരു കുറവ് കൂടി ഉള്ളൂ. അതിന് സമാധാനം കൊടുക്കുക, വയറിറച്ച് തിന്നാൻ കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയം പറഞ്ഞു കഴുകി എപ്പോഴും നല്ല വൃത്തിയാക്കി കൊണ്ടു നടക്കുക. ഉറക്കുക, കിടത്തി ഉറക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ അവർക്കും കൂടിയും ഒരു സമാധാനം കിട്ടും, അവരുടെ ക്ഷീണം പോയി കിട്ടും. അപ്പോൾ നല്ല ഈ ആന നല്ല ഉറങ്ങുന്നുണ്ടല്ലോ പ്രവിയെ. കയ്യും കാലും കഴുകി വൃത്തിയാക്കാനാ പാട്. അത് നല്ല കാര്യമാണ് കുട്ടാ. അതിൻ്റെ ഇടയിൽ കാല് കയറ്റി വെച്ച് കഴുകണത് നല്ല കാര്യമാണ്. അപ്പുറത്തേക്ക് കാലം അങ്ങോട്ട് വെച്ചാൽ വട്ട ഒടിഞ്ഞ് സംഭരം. ഇങ്ങനൊന്നും ചെയ്യാത്തുള്ള എന്താ ഇങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ, മണ്ടത്തരങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അതെ, എൻ്റെ മോനാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പം എൻ്റെ മോൻ ലീവ് എടുത്തേക്കുക കൗണ്ടർ. നിനക്ക് എന്തോരം ആരാധകരുണ്ടെന്നറിയോ? പിന്നെ സത്യമായിട്ടും
അനന്തുച്ചേട്ടൻ ആരാധകരുണ്ട്, പ്രവിച്ചേട്ടൻ ആരാധകരുണ്ട്, ബാലാട്ടിക്കുണ്ട്, കൊച്ചു മുതലാളിക്കുണ്ട്. ഇനി എസംപുരത്തിന് എന്തിപ്പോ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും. അതെ, ജിമ്മിലൊക്കെ പോയി പൈസ കളയണ്ട, നേരെ ഇങ്ങോട്ട് പോരെ. ചകിരിയും കല്ലൊക്കെ എടുത്ത് തരണ്ട്, ഞങ്ങൾ കഴിയുകോളൂ, പൈസ അടയ്ക്കണം. അത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാലോ? ആൾക്കാർക്ക് ആനേനെ കുളിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ആനേനെ കുളിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക. എന്നും വരണേന്നാ ആൾക്കാരെ വിളിക്കുക. അപ്പോൾ അവർക്കും കൂടി ഒരു അല്ലേ, ആനയുടെ അടുത്ത് വരണം, അതിന് കുറച്ച് ഭക്ഷണം കൊടുക്കണം, അതിനൊന്ന് കുളിപ്പിക്കാൻ കൂടണം, പിണ്ടി വെട്ടാൻ വരിക. അതുമാതിരി ആനപ്പണിയുടെ കഷ്ടപ്പാടുകളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവരൊക്കെ വരിക. അതുമാതിരി തന്നെ ആനക്കാരനാവണമെന്ന് വിചാരിച്ചിട്ട് പറ്റാണ്ടിരുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോരെ അല്ലേ. പക്ഷെ അത് ചാർജ് അടയ്ക്കണോ അല്ലേ? എന്താന്ന് എന്തിനാ ആനയ്ക്ക് പിണ്ടി കൊടുക്കുന്നത്? അതെ, അല്ലാതെ അവർ സംശയങ്ങൾ ചോദിക്കുമല്ലോ, അപ്പം നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. അതുള്ള നമ്മുടെ ഉത്തരവാദിത്തം. നമ്മളതിനല്ല ചാനൽ തുടങ്ങിയാണ്. അവർ ചോദിക്കണ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കണം. പിന്നെ ചില ആൾക്കാർ വിളിച്ച് ഫോൺ വിളിക്കാത്തതാണേ. നമ്മളെന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുക, എന്നിട്ട് ഫോൺ വിളിക്കും. നമ്മൾ വല്ല അത്യാവശ്യം വിചാരിച്ച് ഫോൺ ചാടി എടുക്കും. ഒന്നുമില്ല, ചുമ്മാ വിളിച്ചതാ, വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വിളിച്ചത്. എന്താ വിശേഷം, എന്തൊക്കെയുണ്ട്, അതൊക്കെയാണ്. അപ്പം നമുക്ക് പരമാവധി ആൾക്കാരെ വിളിക്കാണ്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും. സീസൺ കഴിഞ്ഞിട്ട് വിളിച്ചോ കുഴപ്പമില്ല, സീസൺ ആയ കാരണം കൊണ്ടാണ് ഞാൻ മെല്ലെ നമ്പർ അങ്ങോട്ട് മാറ്റി. ഇൻസ്റ്റയിന്നും അതിന്നൊക്കെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് കോൾ എടുക്കാൻ പറ്റണില്ല, ചില സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റണില്ല, ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എടാ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നാ? നിങ്ങളുടെ നമ്പർ വെക്കിട്ടെ എന്നാ. മറ്റേ നിങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞാ? നമ്മൾ ആനയെ കെട്ടി പോയിന്ന്. നമ്മൾ ആനയമേന്ന് ഒഴിവായിന്ന്. മറ്റേ ഗ്രൂപ്പില്ലേ, പട്ടി മറ്റേ ഗ്രൂപ്പ്, മറ്റേ പട്ടിയുടെ പട്ടി ഗ്രൂപ്പില്. എന്നിട്ട് ഇനി കാലടിക്കാരുടെ എങ്ങനെ വീഡിയോ എടുക്കും, ആന പിന്നെ ആനയമേന്ന് ഒഴിവായി എന്നൊക്കെ അങ്ങനെ ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കൂട്ടാ. എന്നിട്ട് അവർ പറയുന്നുണ്ട് അത്ര, അവർ ആനസ്നേഹികളാണ്. അപ്പോൾ അവർ അങ്ങനെ അതെന്തൊക്കെ പറഞ്ഞു എന്ന് പറയണത് കേട്ടോ. ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറയണ്ടേ, മറ്റേ പട്ടി ഗ്രൂപ്പേ. അപ്പോൾ പട്ടി ഗ്രൂപ്പിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പറയാൻ പറ്റിയിരിക്കുന്നത്, നമ്മൾ ആനകളെ നോക്കാണ്ടിരിക്കണ്ട. നമ്മളല്ലേ ആനകളെ നന്നായിട്ട് എല്ലാവരും പരിപാലിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ആനകളെ പരിപാലിക്കുന്നത് നമുക്ക് നല്ല പൂർണ്ണമായ ബോധ്യമുണ്ട്. പിന്നെ ഈ പട്ടിക്കഥയും പൂച്ചക്കഥയൊന്നും കേൾക്കാൻ തൽക്കാലം ഒഴിവില്ല. ഞങ്ങളിവിടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ആനയുടെ പണിയെടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ അതിപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ആനയുടെ ആവശ്യമില്ല. എനിക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമില്ല. എനിക്ക് സംസാരിക്കാൻ അറിയാം. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനും പെരുമാറാനും അറിയാനോടത്തോളം കാലം എനിക്ക് പിന്നെ മറ്റേ ആന വേണമെന്നില്ല. ആനയില്ലെങ്കിലും വീഡിയോ ഒന്നും ഞാൻ നിർത്തില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടണോ വേണ്ടെന്നുള്ളത് കണ്ട പട്ടികളും പൂച്ചകളും അല്ലല്ലോ തീരുമാനിക്കണേ, ഞാൻ തന്നെയല്ലേ തീരുമാനിക്കണേ. വീഡിയോ ഇടും എൻ്റെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്, അവർക്ക് ആനയെ കാണാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് എൻ്റെ മോന്തയും കൊണ്ട് ഞാൻ വരുന്നില്ല. ആനയെ കാണാനും ആനയുടെ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എണീറ്റൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം കഴിഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. അമരം വൃത്തിയാക്കി കഴുകുകയാണ്. അമരം കല്ലിന് കഴുകുന്നുണ്ട്. ആനന്ദു കല്ലിന് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആന കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ആ ചങ്ങലയുടെ ചങ്ങലയൊന്ന് മാറ്റി ഇച്ചിരി കൂടി ചെറിയ ചങ്ങലയാക്കണം. അല്ല ചങ്ങല ഓർഡർ കൊടുത്തുണ്ട്, കിട്ടും. പിന്നെ നല്ല ചെറിയ ഇതിനൊക്കെ കുഞ്ഞു ചങ്ങല മതി.
ആ ഒരു കുഴപ്പമില്ല, ദൈവം സഹായിച്ച്. ഞങ്ങൾ പണിയെടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒരു സൈഡിൽ കൂടെ പോവാം. അല്ലേ പ്രജയ? നമ്മളവിടെ പാട്ടിന് വിട്ടേക്കുക അല്ലേ? ഞാൻ വീഡിയോ എടുക്കണോ, ഞാൻ ചാനൽ തുടങ്ങിയതിന് ഞാൻ വീഡിയോ എടുക്കണതിന് എന്തൊക്കെ നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പം വിചാരിക്കേണ്ട ആവശ്യമില്ല. ആ നമ്മളിവരോട് റീചാർജ് ചെയ്ത് തരാൻ പറയുന്നില്ല, പിന്നെ ഫോൺ ചോദിക്കുന്നില്ല ഇടാനായിട്ട്. ആനയുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ കഴുകി വൃത്തിയാക്കുക, ആനേനെ പിന്നെ ഭക്ഷണം കൊടുക്കണത് മാത്രമാണ് ഇടാത്തത്. നടക്കാൻ പോണതും അതും ഇതൊക്കെ ആയിട്ട്. ഇന്ന് ഞങ്ങൾ നടക്കാനൊക്കെ പോകുന്നുണ്ട്, പുല്ല് തിന്നാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇനി നന്ദപ്പൻ്റെ എല്ലാ വിശേഷങ്ങളും എന്നും അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ക്യാമറാമാൻ എൻ്റെ ക്യാമറാമാനാണേ. പറഞ്ഞിട്ട് കാര്യമില്ല, മിനിങ്ങാന്ന് വീഡിയോ എടുത്തിട്ട് റോഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.